തണലിലായി എന്നും വളരുമീ പൈതങ്ങളെ തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമീ പൈതങ്ങളെ വീഴാതെ നീ എന്നും കാക്കണേ തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ വീഴാതെ നീ എന്നും കാക്കണേ തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമീ പൈതങ്ങളെ 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 വീഴാതെ നീ എന്നും കാക്കണേ തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ വീഴാതെ നീ എന്നും കാക്കണേ തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ
വളരുമീ പൈതങ്ങളെ. പ്രോവിൻസിന് അഭിമാനമായ സിസ്റ്റർ റോസ്ന തോപ്പിൽ തൻ്റെ സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബത്തേരി ഭദ്രാസന അധിപൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവ്, വന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർ എപ്പിസ്കോപ്പാച്ചൻ, വന്യ ജേക്കബ് ഓലിക്കലച്ചൻ, ജൂബിലി നിറവിലായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ റോസ്ന, വന്യ വൈദികർ, ബദനി സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ മദർ തേജസ്, പ്രിയ സിസ്റ്റേഴ്സ്, ബ്രദർ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹവിരുന്നിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. അന്നു ആഹാരമേകുന്ന താര ആശീർവദിക്കണേ ഭോജനങ്ങൾ, ഭുജിക്കുന്ന ഞങ്ങളും ഒരുക്കിയ കൈകളും നിൻ കൃപയാൽ നിറയട്ടെ എന്നും. ഈ വിരുന്നേകിടൻ ഓജസ്സും തേജസ്സും നിൻവേല ചെയ്യാൻ വ്യയം ചെയ്തിടാം. ഈ ആഗ്രഹത്തോടെ ആത്മീയ ഭോജ്യങ്ങൾ തേടുവാനും കൃപയേകണമേ. താതനും പുത്രനും പാവനാത്മാവിനും സ്തോത്രങ്ങളേകുന്നു ഞങ്ങൾ. ജൂബിലി ആഘോഷ പരിപാടിയിലേക്ക് കടക്കുമ്പോൾ അഭിമന്യ പിതാവ് പൂച്ചെണ്ട് നൽകി ജൂബിലേറിയൻ സിസ്റ്റർ റോസ്നയ്ക്ക് ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽ സമ്മാനം നൽകുന്നു. തുടർന്ന് ജൂബിലേറിയൻ കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്നു. Celebrations on this day joyful day.
20 ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധാരികളായ വന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർ എപ്പിസ്കോപ്പ അച്ഛനും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ എടയത്ത് അച്ഛനും സെന്റ് സെബാസ്റ്റ്യൻസ് ഫീസ്റ്റിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. വന്യവൈദികർക്ക് പൂച്ചെണ്ട് നൽകുന്നതിനായി അഭിവന്യ പിതാവിനെ ക്ഷണിക്കുന്നു. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. On this day of heavenly bliss, let us greet our dear fathers. On this happy, joyful day, greetings, greetings, dear fathers. On this day of heavenly bliss, let us greet our dear fathers. On this happy, joyful day, greetings, greetings, dear fathers. Happy feast day, happy feast day, happy feast day to you. Happy feast day, happy feast day, happy feast day to you. അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവേ, വന്യ കോർ എപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സന്യസ്ത സഹോദരിമാരെ, ബ്രദേഴ്സ്, മേരിമാതാ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ അൽഫോൻസ് ജേക്കബ്, ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒക്കെ കാരണഭൂതയായ പ്രിയപ്പെട്ട സിസ്റ്റർ റോസിന തോപ്പിൽ, ബദനി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ പ്രിയപ്പെട്ടവരെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് പൗലോസ്ലീഹായുടെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സിസ്റ്റർ റോസന തോപ്പിലിനെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഈ നിമിഷം ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുകയാണ്. വ്രതത്രയങ്ങളിലൂടെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരാണ് ഓരോ സമർപ്പിതരും. ദൈവം തൻ്റെ മേൽ മുദ്ര കുത്തിക്കൊണ്ട് ഓരോ നിമിഷവും വഴി നടത്തുന്നവരാണ് സമർപ്പിതർ. അവരുടെ പദചലനങ്ങൾ ഒരിക്കലും തനിക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. തങ്ങളുടെ വചനങ്ങൾ സ്വന്തമായിട്ടല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് സമർപ്പിതർ. പ്രിയപ്പെട്ട സിസ്റ്ററിനെ ഓർക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഓരോ നിമിഷവും കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ റോസന സിസ്റ്റർ. സമർപ്പണ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നത്തെ ലോകത്ത് ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഈ ജീവിതം 25 വർഷങ്ങൾ പൂർത്തിയാക്കി രജത ജൂബിലിയിലേക്ക് കടന്നിരിക്കുന്ന സിസ്റ്ററിനെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ജനറൽ തലത്തിലുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൊവിൻഷ്യൽ തലത്തിലെ ഈ ആഘോഷ വേളയിൽ തമ്പുരാൻ നടത്തിയ വഴികളാണ്, തമ്പുരാൻ്റെ കാൽപ്പാടുകളോട് ചേർന്ന് നടന്ന അവസരങ്ങളാണ് സിസ്റ്ററിനെ ഇന്നോളം ഈ സമർപ്പണ ജീവിതത്തിൻ്റെ സന്തോഷവും ആനന്ദവും അനുഭവിച്ച് ജീവിക്കുവാൻ ശക്തയാക്കിയത് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ തൻ്റെ പദചലനങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതമാകുന്ന, സമർപ്പണമാകുന്ന ഈ സന്യാസ ജീവിതം ത്യാഗപുഷ്പമായി, നൈവേദ്യമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ നിമിഷം മുതൽ ഇന്ന് വരെയും ഏറെ സന്തോഷത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ തൻ്റെ ത്യാഗങ്ങളും കണ്ണുനീരുകളും പൂജാപുഷ്പങ്ങളായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു സഹോദരി. മേരി മക്കളുടെ മിഷൻ ചൈതന്യം ഒട്ടും ചോർന്നു പോകാതെ ജർമ്മനിയുടെ പ്രദേശത്ത്
അത് പങ്കുവയ്ക്കുന്ന ഒരു വന്യ സഹോദരിയാണ് പ്രിയപ്പെട്ട റോസന സിസ്റ്റർ. സിസ്റ്റർ പറയുകയുണ്ടായി, കേരളത്തിൽ നിന്നും വരുന്ന മലയാളി യുവജനങ്ങളെ, ജോലിക്കായും പഠനത്തിനായിട്ടും വരുന്ന യുവജനങ്ങളെ തങ്ങളുടെ ചാപ്പലിൽ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിനും ബലി അർപ്പിക്കുന്നതിനും ഒരുമിച്ച് കൂട്ടുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്ന നല്ല മിഷൻ പ്രവർത്തനം ജർമ്മനിയിലും നടത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഈ മിഷൻ ചൈതന്യം എപ്പോഴും സിസ്റ്ററിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ്. സിസ്റ്ററിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, നല്ല മരണത്തിനൊരുക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റേത്. ഒരിക്കൽ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വൃദ്ധരായ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അവർ ചവിട്ടുകയും തൊഴിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതൊക്കെയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരെ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുത്ത് നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുന്ന സിസ്റ്ററിൻ്റെ ആ നല്ല ശുശ്രൂഷ മനോഭാവം നമുക്കൊക്കെയും ആദരണീയമാണ് എന്ന് നമുക്കിപ്പോൾ ഇവിടെ എടുത്തു പറയാവുന്നതാണ്. ശാരീരികമായി വളരെയേറെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെയും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധ യൂദാ തദേവുസ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സിസ്റ്ററിന് സൗഖ്യം നൽകി ആ വലിയ രോഗസൗഖ്യത്തിലൂടെ കടന്നു വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഇന്നും ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. ഈ സമർപ്പണ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സിസ്റ്റർ അനുഭവിക്കുന്നത് കൊണ്ടാണ് വളരെ ത്യാഗത്തോടെ ഏത് മേഖലയിലും ശുശ്രൂഷ ചെയ്യുവാൻ സന്തോഷത്തോടെ സിസ്റ്റർ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവപിതാവിൽ ആശ്രയം വെച്ചോ, തൻ്റെ ജീവിതത്തിലെ സ്വർഗം കനിഞ്ഞു നൽകിയ ഈ സമ്മാനത്തിന് എപ്രകാരം നന്ദി പറഞ്ഞോ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയും ഓരോ നിമിഷവും സമർപ്പണ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലി പ്രിയപ്പെട്ട സഹോദരിയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സമർപ്പണത്തിന് വേണ്ടി എൻ്റെ ദേഹവും ദേഹിയും ബുദ്ധിയും കഴിവും ആരോഗ്യവും ആയുസ്സും മാറ്റിവെക്കുമ്പോൾ ദൈവം അതിനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, മാറ്റി നിർത്തപ്പെട്ടവര് ദൈവത്തിന് സ്വന്തമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തുന്നതാണ് ഈ ലോകത്തില്. ഒരു പുരോഹിതൻ ഒരു പച്ചവെള്ളമാണെങ്കിലും പാത്രത്തിലെടുത്ത് അതിനെ ആശീർവദിക്കുമ്പോൾ തീർത്ഥജലമായി ഹന്നാൻ വെള്ളമായി അത് മാറുന്നു. ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ബ്ലെസ് ചെയ്ത് മാറ്റിവെക്കുമ്പോൾ അത് തിരുപാത്രങ്ങളായി മാറുകയും അൾത്താരയിൽ ബലി അർപ്പണത്തിനായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ അഭിമന്യ പിതാക്കന്മാർ പ്രത്യേകമാവിധം മുദ്ര കുത്തി സമർപ്പിച്ച് വിശുദ്ധ കുർബാന മധ്യേ മാറ്റി നിർത്തുന്ന ഓരോ സന്യാസ ജീവിതവും അത് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ലോകം മുഴുവനും നൽകുവാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതമാണ് ഈ സമർപ്പണ ജീവിതം. അത് യാതൊരു വിധത്തിലും ഭംഗം വരാതെ സന്തോഷത്തോടെ അതിൻ്റെ വിശുദ്ധി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധിയുടെ പരിമളവും പ്രകാശവും ലോകത്തിൻ്റെ മുമ്പിൽ താനുമായിട്ട് ഇടപെടുന്ന സകല വ്യക്തികളുടെ മുമ്പിലും പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട സിസ്റ്ററിന് ഈ ജൂബിലി വർഷത്തിൽ ജൂബിലിയുടേതായ എല്ലാവിധമായ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന അഭിമന്യ പിതാവിൻ്റെയും വന്യ വൈദികരുടെയും സമർപ്പിതരുടെയും മദർ പ്രൊവിൻഷ്യൽസിൻ്റെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം
ഇന്ന് നമ്മൾ ഇവിടെ സെന്റ് സെബാസ്റ്റ്യന്റെ ഫീസ്റ്റ് ആഘോഷിച്ചു. സെന്റ് സെബാസ്റ്റ്യന്റെ നാമധാരികളായിട്ടുള്ള അഭിമന്യ 2 വൈദികർക്കും ഫീസ്റ്റിന്റെ എല്ലാവിധമായ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നദാനമല്ലോ ഈ ജീവിതം. ദൈവത്തിൻ പരിപാലനയോർക്കാം, ദൈവത്തിൻ വിശ്വസ്തതയോർക്കാം, ദൈവത്തിൻ പരിപാലനയോർക്കാം, ദൈവത്തിൻ വിശ്വസ്തതയോർക്കാം. ദാനമായി തന്നൊരു ജീവിതം നിനക്കു ഞാൻ നന്ദിയായി കാഴ്ചയേകി നൽകിടുന്നു. ദാനമായി തന്നൊരു ജീവിതം നിനക്കു ഞാൻ നന്ദിയായി കാഴ്ചയേകി നൽകിടുന്നു. ജൂബിലി, രജത ജൂബിലി, ദൈവാനുഗ്രഹത്തിന്റെ വർഷം, പൊയ്പോയ വർഷത്തിൽ നിന്റെ സ്നേഹകാരുണ്യം ഓർക്കു ഞാൻ സ്തോത്രം പാടി വാഴ്ത്തിടുന്നേ. പൊയ്പോയ വർഷത്തിൽ നിന്റെ സ്നേഹകാരുണ്യം ഓർക്കു ഞാൻ സ്തോത്രം പാടി വാഴ്ത്തിടുന്നേ. അച്ഛന്മാരെ, മുന്നേ എപ്പിസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽസ്, ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റർ ജിബ്ലേറിയൻ ദോസ്നാലിയം, മുന്നേ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു അവസരമാണ്. ജൂബിലി എപ്പോൾ ആഘോഷിച്ചാലും നമുക്ക് സന്തോഷമാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, എല്ലാവരും വളരെ ബിസിയാണ്. സന്തോഷം. ജൂബിലിയെ സംബന്ധിച്ച് നമുക്ക് അനേകം നല്ല സ്മരണകളുണ്ട്. യഹോവയായ ദൈവമാണ് ജൂബിലി ആഘോഷിക്കുവാനായിട്ട് പറഞ്ഞത്. ആ പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ജൂബിലി കാഹളം മുഴക്കിക്കൊണ്ട് നടത്തണമെന്ന്. അന്ന് നമുക്കറിയാവുന്ന പോലെ പ്രിൻറ്റിങ്ങും
ഇമെയിലും വാട്സപ്പും ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഈ മുട്ടാടിൻ്റെ കൊമ്പ് കൊണ്ടുള്ള ശബ്ദമാണ് ഇൻവിറ്റേഷൻ എന്ന് പറയും. അതുകൊണ്ട് ആഹളമെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കുളിച്ചു കൂട്ടി അത് ആഘോഷിക്കണമെന്നാണ് യഹോവയാദൈവം പറഞ്ഞത്. നമുക്ക് അറിയാവുന്ന പോലെ മദർ അൽഫോൻസ നല്ല കാഹളമൊക്കെ മുഴക്കി അടുത്തുള്ള എല്ലാവരെയും വിളിച്ച കൂട്ടി സിസ്റ്റർ റോസ്നയുടെ ജൂബിലി ആഘോഷിക്കുകയാണ്. അതിന് വളരെയേറെ സാങ്കത്യമുണ്ട്. സിസ്റ്റർ അങ്ങനെ ജൂബിലി ആഘോഷിക്കുവാനായിട്ട് അർഹതപ്പെട്ട ഒരു സന്യാസിനി കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂബിലിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയുന്നത് അത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ്. ടൈം ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർക്കിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ സദായിപ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം, സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണമെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് പിന്നീട് പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ജനിച്ച് വളരെ വിനീതമായ സാഹചര്യത്തിലൂടെ വളർന്നു വന്ന് ദൈവം നമ്മെ പ്രത്യേകമായി തന്നോട് കൂട്ടിച്ചേർത്ത് കരം പിടിച്ച് ഉയർത്തി നന്മകൾ കൊണ്ട് ജീവിതത്തിലെ സന്തോഷം കൊണ്ട് നല്ല അവസരം കൊണ്ടൊക്കെ നമ്മെ ബലപ്പെടുത്തിയത് കൊണ്ട് ശക്തിപ്പെടുത്തിയത് കൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം, സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ സിസ്റ്ററിനെ പുറകോട്ട് നോക്കി ദൈവത്തിന് നന്ദി അറിയുവാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. ജനിച്ച സ്ഥലവും മാതാപിതാക്കളും സഹോദരങ്ങളും പഠിച്ച സ്കൂളും പിന്നെ എരിമക്കൾ സന്യാസിനി സമൂഹത്തിലേക്ക് വന്ന് അവിടെ ലഭിച്ച പരിശീലനവും വിവിധ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോൾ ജർമ്മനിയിലെ മിനിസ്റ്ററിലെ ശുശ്രൂഷ ചെയ്യുന്ന അവസരം വരെ നന്ദിയുടെ ഒരു വലിയ ഘോഷയാത്ര ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജൂബിലി നമ്മെ ഓർപ്പിക്കുന്നതായ വലിയ കാര്യം എന്ന് പറയുന്നു. നല്ല ഒരു സന്യാസിനിയായി ജീവിക്കുവാൻ ഇടയായത് തന്നെയാണ് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള വലിയ അവസരം. നമുക്കറിയാം, ലോകത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിഞ്ഞ 25 വർഷക്കാലം ഇടയാക്കിയ ദൈവത്തിനുള്ള നന്ദിയാണ് ഈ സിൽവർ ജൂബിലിയുടെ സമർപ്പണം എന്ന് പറയും. അതിനകത്ത് നമുക്കറിയാവുന്ന പോലെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ദൈവം നമ്മളോട് നടത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ സന്തോഷകരമായിരിക്കണമെന്നില്ല. അതെല്ലാം സന്യാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയക്കാരോട് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുമ്പോഴും യേശുക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതിൽ സന്തോഷിക്കുന്നവനാണ് ഞാനെന്ന് പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നു. നമ്മളെ സന്യാസവും പൗരോഹിത്യവും സമർപ്പണ ജീവിതമെല്ലാം ആനന്ദകരമായിട്ടുള്ള അനുഭവം മാത്രമല്ല, സഹനത്തിലൂടെയുള്ള പ്രത്യേക ഒരു ആനന്ദവും സമർപ്പണവും അതിനോട് ചേർന്നിരിപ്പുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നമുക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന മേഖലകളാണ്. അതുകൊണ്ട് ഈ ഒരു 25 വർഷം പൂർത്തിയാക്കി വീണ്ടും സന്യാസത്തിൻ്റെതായിട്ടുള്ള നന്മയിലൂടെ മുന്നേറുവാനായിട്ട് ദൈവം അവസരം തരുമ്പോൾ എല്ലാ അവസരത്തിലും ദൈവത്തിന് നന്ദി അർപ്പിച്ച് മുന്നേറുവാനായിട്ട് ഇടയാകണം. രണ്ടാമതായ വിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. സന്യാസ പൗരോഹിത്യ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്, ആനന്ദത്തിൻ്റെ ജീവിതമാണ്. നമ്മളുടെ കുടുംബത്തിലും നമ്മളെ കൂടെ പഠിച്ചവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നുപോയ അനേകം വ്യക്തികളെയൊക്കെ വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്.
അവർ എവിടെ എത്തിച്ചേർന്നു, എങ്ങനെയായി, അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്, അതുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷങ്ങളും അവസരങ്ങളുമാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ചില അവസരത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറിയാനീസ് കോളേജിലെ അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്ന അവസരത്തിൽ പട്ടത്തു നിന്ന് മേലാഞ്ചിറ കോളേജിലേക്ക് ഓട്ടോറിക്ഷയിലും വണ്ടിയിലൊക്കെ നമ്മൾ പോകുന്നത്. ഒരു ദിവസം ഓട്ടോറിക്ഷ പട്ടപ്പള്ളിയുടെ മുന്നിൽ നിന്നൊരു ഓട്ടോറിക്ഷ ഞാൻ നോക്കി, ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി. ഞാൻ അതിൽ കയറിയിരുന്നു. ആരാ ഓടിച്ചത് നോക്കിയില്ല. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ധൃതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ എന്നോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ചെന്ന് മറിയാനീസ് കോളേജിൻ്റെ ഗേറ്റിൽ അവിടെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി 10 രൂപ എടുത്ത് ഓട്ടോറിക്ഷക്കാരനും എടുത്ത് വെളിവിന് കണ്ണ് നിറഞ്ഞ് എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനാരാ അപ്പം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കവനെ മനസ്സിലായി. തടിയൊക്കെ വെച്ച് നല്ല എന്താണ് കാക്കിക്കൂട്ടമൊക്കെ ഇട്ട് ഒരു നല്ല ഓട്ടോറിക്ഷക്കാരൻ അപ്പുറത്ത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനെന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സോറി മനസ്സിലായി, നമ്മളൊന്നിച്ച് BDC പഠിച്ചാന്ന് പറഞ്ഞു. നമ്മളൊന്നിച്ച് BDC പഠിച്ചാണ്. അച്ഛനെ ഈ ഓട്ടോയിൽ കയറി നമ്മൾ പഠിച്ച് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ഓട്ടോയിൽ അച്ഛനെ കൊണ്ടുപോയത് ദൈവത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് പൈസ വേണം, പൈസ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വളരെ ചിന്തിക്കാനായിട്ടിടയായി. എൻ്റെ കൂടെ പഠിച്ചാണ്. അവനെ ഒരു സമര നേതാവൊക്കെ ആയിരുന്നു. അവസാനം പഠിത്തമൊക്കെ നിർത്തി പോയി. ഓട്ടോറിക്ഷയിൽ സിറ്റിയിലൂടെ ഇങ്ങനെ ഓടിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് അതിനകത്ത് കയറിയപ്പോൾ അവൻ നമ്മളൊന്നിച്ച് BDC പഠിച്ചതാണ്. എനിക്കിങ്ങനെയായിപ്പോയി ഗതി. അച്ഛനെ പഠിച്ച ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വലിയ അനുഭവം. അപ്പോൾ ദൈവം നമുക്ക് തരുന്നതായ തൊട്ടനുഗ്രഹിച്ച അനേകം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ച് നോക്കുന്ന അവസരത്തിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമാകും. പ്രത്യേകിച്ച് ദൈവം സംരക്ഷിച്ച് വളർത്തിയ അല്ലെങ്കിൽ ഉയർത്തിയ കാത്തു സൂക്ഷിച്ച സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ ദാനിയേൽ പറയാറുണ്ട് എപ്പോഴും, കർത്താവേ നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. ദൈവം ഇവിടെയെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങൾ വെച്ച് നമ്മളെ ഓർത്തു, നമ്മളെ കരുതി, നമ്മളൊരു പക്ഷേ അപകടങ്ങളിൽ നിന്ന് മറ്റുള്ളതൊക്കെ കാത്തുസൂക്ഷിച്ച് നടത്തിയ ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ദിവസങ്ങളെ സംബന്ധിച്ച ദാനിയേലിനുള്ള ദേഷ്യം കൊണ്ട് രാജാവ് പിടിച്ച് അവനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയ കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എന്നെ എവിടെ ഇട്ടാലും 3 നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഈ ദാനിയേലെ സിംഹക്കുഴി കിടന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഈ സിംഹത്തിൻ്റെ വായ അടഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പിന്നെ സിംഹത്തിന് കടിക്കാൻ പറ്റിയത്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടവൻ്റെ വായി കൂട്ടപ്പെട്ടതായ അനുഭവം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ സന്യാസവും പൗരോഹിത്യമൊക്കെ എന്ന് പറയുന്നത് വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നവരെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചാണ് യാത്ര, ദൈവത്തോട് കൂടിയാണ്. അപ്പോഴേ നമ്മൾ മുന്നോട്ടും പുറകോട്ടൊക്കെ നോക്കുന്ന അവസരത്തിൽ പലപ്പോഴും നമ്മുടെ യുവതിയിൽ കൂടുതൽ സമയം മുകളിലോട്ട് നോക്കണം എന്നുള്ളതാണ്. പിന്നാലെ നടന്നു വന്ന കാര്യങ്ങൾ മുന്നിൽ കാണുന്നതെല്ലാം അപ്പുറത്ത് മുകളിൽ നിന്ന് ഒരാൾ ഇത് കണ്ട് നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷകരമായ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ആനന്ദമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷിക്കുന്നു. സന്യാസം രീതിയിൽ പറഞ്ഞാൽ ഒരു സമർപ്പണ ജീവിതം, സഹനത്തിൻ്റെ ജീവിതമാണ്. അനേകം രീതിയിലുള്ള സഹനങ്ങളും സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത പ്രത്യേകതകൾ കൊണ്ടും നമ്മൾ ജോലി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ടും ഒക്കെയുള്ള ആ സഹനങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്ന കാര്യം 1 തെസ്സലോനിയൻസ് 5:17 18 പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം, നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം, എല്ലായ്പ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പൗരോഹിത്യ സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് ഈ ദൈവത്തോടൊപ്പമുള്ള പ്രാർത്ഥനയാണ്, ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്, ദൈവത്തിന് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശമനുസരിച്ചുള്ള ആ ജീവിതമാണ്. ആ ഒരു ബൈൻഡിങ് ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ സന്യാസത്തിനും പൗരോഹിത്യത്തിനും പിന്നെ അർത്ഥമില്ലാതായിട്ടായി നമ്മൾ ചിന്നി ചിതറിപ്പോകും എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മെ ബലപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറുന്നത്. ദാനിയേലിൻ്റെ സംഭവം ഞാനിവിടെ അവതരിപ്പിച്ചു. ദാനിയേല് ഏത് പ്രതിസന്ധിയിലിട്ടാലും 3 നേരവും യഹോവയോട് സംഭാഷിക്കുന്നവനും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ മതം സ്വീകരിച്ച് അതുപോലെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയുകയും രാജാവ് സിംഹക്കുഴിയിലെ എടുത്തെഴുതിയൊക്കെ ചെയ്തിട്ട് സിംഹത്തെ പോലും പരാജയപ്പെടുത്തുന്ന ശക്തിയായി, ബൈൻഡിങ് ഫോഴ്സായി, സംരക്ഷണമായിട്ട് നമ്മളുടെ പ്രാർത്ഥന മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിജയ രഹസ്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമുക്കറിയാതെ കവദാശ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മളുടെ ആത്മീയ ജീവിതമായ വചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സാക്രമെന്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇവിടെ സിസ്റ്റർ ജർമ്മനിയിലെ മനുഷ്യനിൽ അവിടെ ഇവിടുന്ന് കടന്നു ചെല്ലുന്ന ആ കുട്ടികൾക്ക് ജപമാല ചൊല്ലി കൊടുക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ വിളിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നമ്മളൊരാളോട് വിളിച്ച് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സൗഖ്യമാണോ, നന്നായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നത് നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പോൾ മറ്റുള്ളവരോടുള്ള വലിയ ബന്ധം ദൈവബന്ധത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു സന്തോഷകരമായ അനുഭവം എന്ന് പറയുമ്പോഴും നമുക്കറിയാവുന്ന പോലെ ജർമ്മനിയിലും അമേരിക്കയിലും യൂറോപ്പിലുമായി സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നതായ നഴ്സിംഗ് വാൾട്ടർ ഹൈമും ഒക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ തന്നെയാണ്. ഞാൻ പല അവസരത്തിൽ അവിടെ കാണുകയും പോവുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ, അപ്പോൾ വലിയ വലിയ ആളുകൾ, ഒരു പക്ഷേ സിസ്റ്റേഴ്സിന് ആരോഗ്യത്തിൽ കവിഞ്ഞ ആൾക്കാരൊക്കെ മറിച്ചിടാനും ഉയർത്തി നിർത്താനും ഒക്കെ ചില അവസരത്തിലൊക്കെ സിസ്റ്റേഴ്സ് അവരെങ്ങനെ വിളിച്ച് സിസ്റ്റേഴ്സ് തെറിച്ച് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന അവസരത്തിൽ നമുക്കറിയാവുന്ന പോലെ അത് നമുക്ക് സന്തോഷകരമായിട്ട് ചെയ്യുവാനായിട്ട് സാധ്യമാകും. നമ്മൾ മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സാധാരണയായി മനസ്സിലാക്കുന്നത് എന്താണ്, ക്രിസ്തീയ വിശ്വാസം ഇല്ലാത്തിടത്ത് 2 സിസ്റ്റേഴ്സ് പോയി ശുശ്രൂഷിച്ച് 3-4 പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതും ആകർഷിക്കുന്നതും മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ഒരു റീഇവാഞ്ചലൈസേഷൻ, വിശ്വാസം സ്വീകരിച്ചവരെ വെച്ച് നിലനിൽക്കുവാനും അതിലവർക്ക് സംരക്ഷണവും അവർക്ക് വലിയ പിന്തുണയും കൊടുക്കുന്നത് ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനമാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മൾ നല്ല ഒരു മിഷണറിയായിട്ട് ജീവിക്കുന്ന അവസരത്തിലാണ്. കഴിഞ്ഞ ഏതോ ഒരു അവസരത്തിൽ ഞാൻ ക്രൈസ്തവൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയ അവസരത്തിൽ അവിടെ ഒരു സ്വാമി പ്രസംഗിച്ചത് കൊച്ചുറഹസ്യ പുണ്യവതിയെ പറ്റിയാണ്. ഈ കൊച്ചുറഹസ്യ പുണ്യം എങ്ങും പോയിട്ടില്ല, വേദനയൊക്കെ അനുഭവിച്ചു. പക്ഷേ അനേകം ആൾക്കാർ ദൈവത്തിൻ്റെ പക്കലേക്ക് വിട്ട ഒരു പുണ്യവതിയാണ് എന്നൊരു അക്രൈസ്തവൻ പറയുമ്പോൾ മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരെല്ലാം അറിയുന്നു. അപ്പോൾ ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളൊരു നല്ല സന്യാസിനിയായി സന്തോഷത്തോടുകൂടി ദൈവം തരുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ അവസരമാണ് നമ്മളുടെ മിഷൻ പ്രവർത്തനം. അതൊരു വിഷയം നമുക്കറിയാവുന്ന പോലെ നോർത്ത് ഇന്ത്യയിലോ അല്ലെന്നുണ്ടെങ്കിൽ മിഷൻ പ്രദേശങ്ങളിലോ അതുകൊണ്ട് തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ജർമ്മനിയിൽ നല്ല ഒരു സന്യാസിനിയായി പ്രായമായ രോഗികളായ ഇടയിലൂടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു സന്യാസിനി ഒരു നേഴ്സായിട്ട് ശുശ്രൂഷയായിട്ട് കടന്നു പോകുന്നതൊക്കെ വലിയ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല ആ മിഷൻ പ്രവർത്തനം നമ്മൾ ബലപ്പെടുത്തുന്ന വലിയ സാമ്പത്തിക ശുശ്രൂഷകളും അതിനോട് ചേർന്നിരിപ്പുണ്ട്. നമുക്കറിയാവുന്ന പോലെ അവരധ്വാനിച്ച് നൽകുന്നതായ സമ്പത്തൊക്കെ നമ്മളുടെ മഠങ്ങളുടെയും സന്യാസ ഭവനങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ ശുശ്രൂഷകളുടെയും വിദ്യാഭ്യാസ ആതുര സാമൂഹിക സേവന ശുശ്രൂഷകളുടെയും ഭാഗമായിട്ട് മാറുമ്പോൾ അതും വലിയൊരു മിഷൻ പ്രവർത്തനമായിട്ട് ബലപ്പെടുത്തുന്ന ശക്തിയായിട്ട് മാറുകയാണ്. ഇതിനോടൊക്കെയുള്ള നമ്മുടെ മനോഭാവം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ശ്രോസീന നമുക്കറിയാവുന്ന പോലെ DM കോൺഗ്രിഗേഷനിൽ നിന്ന് സന്യാസിനിയായി സന്യാസ ഭവനത്തിൻ്റെ തീരുമാനമനുസരിച്ച് ജർമ്മനിയിലെ ശുശ്രൂഷയിൽ നമ്മളുടെ സഭയുടെ ഒരു സാക്ഷിയായി വളരെ പ്രത്യേകമായ ജീവിതത്തിൽ ആശ്രയിച്ചുകൊണ്ട് 25 വർഷക്കാലം ജീവിച്ചു. ഇനി നമുക്കറിയാവുന്ന പോലെ മുന്നോട്ട് പോകുമ്പോൾ നല്ല സിൽവർ ജൂബലി അല്ല, നല്ല സുവർണ ജൂബലിയും പ്ലാറ്റിനം ജൂബലിയും സെൻറ്റിനറൊക്കെ ആഘോഷിച്ച് നല്ല സന്തോഷവതിയായി പൗലോസ് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിലും ദൈവത്തിനോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിലും യേശുക്രിസ്തുവിന് വേണ്ടി സഹനം അനുഭവിക്കുന്നതിലും സന്തോഷിക്കുന്നവനാണ് പൗലോസ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുക്കാരോട് ഉപദേശിക്കുന്ന പോലെ നിങ്ങളെപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ്
ഞങ്ങളെപ്പോഴും സന്തോഷിച്ച് പ്രാർത്ഥനയിൽ ബലപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല ജീവിതം തുടർന്നും ലഭിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി സിസ്റ്ററിനെ ആശംസിക്കുകയാണ്. നമ്മുടെ മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെയും മലങ്കര സഭയിലെയും പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന പോലെ തീയതി 20 പ്രോവിൻസിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും സമർത്ഥമായി നേരുകയാണ്. ബത്തേരി രൂപതാധ്യക്ഷനും CBCIയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവേ, രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പ, മോൺസിഞ്ഞോർ ജേക്കബ് ഓലിക്കലച്ച, രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഇടയത്തച്ച, വൈസ് ചാൻസലർ ജോണച്ച, പ്രൊക്രേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോ വെള്ളാഞ്ചാലിലച്ച, ഈ പ്രൊവിൻഷ്യൽ ഭവനത്തിൻ്റെ ചാപ്ലൈൻ ബഹുമാനപ്പെട്ട മുളക്കുവിളയിലച്ച, സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ബദനി സന്യാസി സമൂഹത്തിൻ്റെ ബത്തേരി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട തേജസ് മദർ, ഞങ്ങളുടെ മേരി മാതാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന മദർ അൽഫോൺസ് ജേക്കബ്, പ്രിയ സഹോദരിമാരെ, ദിവ്യജ്ഞാനമാകുന്ന സന്യാസം, പുണ്യപൂർണതയാകുന്ന നീതി ഇവർ ആരാഗ്രഹിച്ചു വന്നുവോ അവർ ദൈവപിതാവിൻ്റെ വാത്സല്യ ഭാചനങ്ങളുമായി വിളിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി അവിടുത്തോട് ചേർന്ന് നടക്കാൻ വിളിക്കപ്പെട്ടവർ. തിരഞ്ഞെടുക്കപ്പെട്ട 25 വർഷങ്ങൾക്ക് ശേഷം നന്ദിയോടെ, പുതുശക്തിയോടെ, പുത്തൻ ഉണർവോടെ തിരിച്ചെത്തിയിരിക്കുന്ന ആനന്ദത്തിൻ്റെ മുഹൂർത്തമാണിത്. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്തവൻ്റെ വാക്കുകളിലും ജീവിതത്തിലും അടിയുറപ്പിക്കപ്പെട്ട് അവിടുത്തെ ശക്തമായ കരങ്ങളിൽ ബലഹീനവും കുറ്റമറ്റതുമായ ഈ ജീവിതം ചേർത്ത് വെച്ച് ആ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങി പിന്നിട്ട 2.5 പതിറ്റാണ്ട് പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ പ്രതിജ്ഞകളിലും നടത്തിയ വാഗ്ദാനങ്ങളിലും അടിപതറിയപ്പോഴും മാറോട് ചേർത്ത് നല്ല തമ്പുരാൻ്റെ ചൂടേറ്റ് ദീപനാളങ്ങളുടെ ശോഭ മങ്ങാതെ വീണ്ടും എന്നെ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനായി ഒരുക്കിയ വഴി നടത്തിയ തമ്പുരാന് നന്ദി. തിരുസഭയുടെ ഹൃദയമാണ് സന്യാസം. ഈ ഹൃദയത്തിലേക്ക് ചേർത്തൊന്നിപ്പിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അംഗമായി എൻ്റെ സന്യാസ ശുശ്രൂഷ തുടരുവാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ കൊണ്ട് സഭയെ വളർത്തി ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിനെയും മറ്റെല്ലാ പിതാക്കന്മാരെയും പ്രാർത്ഥനയോടെ അനുസ്മരിക്കുകയും അവരുടെ മാധ്യസ്ഥ യാചിക്കുകയും ചെയ്യുന്നു. മേരി മക്കൾ സമൂഹമാകുന്ന വലിയ ഭവനത്തിലെ അംഗമാകുവാൻ കടന്നു വന്ന് വ്രതത്രയങ്ങളിലൂടെ സമ്പൂർണ്ണ സമർപ്പണം ഏറ്റുവാങ്ങി കുറവുകളിലും താഴെപ്പിഴകളിലും ദുഃഖവേളകളിലും ചേർത്ത് പിടിച്ച എൻ്റെ അമ്മയായ മേരി മക്കൾ സമൂഹത്തിന് നന്ദി. തങ്ങൾ സ്ഥാപിച്ച ദൈവാത്മകൃപകളും ചൈതന്യവും കൊണ്ട് മേരി മക്കൾ സമൂഹത്തിന് രൂപം നൽകാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചവരാണ് പ്രിയപ്പെട്ട സമൂഹ സ്ഥാപകരായ വല്യച്ഛനും വല്യമദറും. അവരിലൂടെയുള്ള ദൈവനിയോഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ മാധ്യസ്ഥം ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവസന്നിധിയിലായിരിക്കുന്ന ആദ്യാംഗങ്ങൾ, സഹോദരിമാർ ഏവരെയും ഹൃദയ നിറഞ്ഞ പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്ന ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ്. ഞാൻ അവധിക്കായി ഇവിടെ വരുമ്പോൾ ചെറുപുഞ്ചിരിയോടെ സ്നേഹാന്വേഷണം നടത്തുകയും അതോടൊപ്പം പിതൃവാത്സല്യത്തോടെ അനുഗ്രഹിക്കുകയും ആ സ്നേഹ സന്തോഷത്തിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ സമ്മാനങ്ങൾ തന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും
അതോടൊപ്പം ഇന്നിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വരികയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത പിതാവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. വന്യ കോർ എപ്പിസ്കോപ്പ് സെബാസ്റ്റ്യൻ കീപ്പിള്ളിയച്ച, സഭയെയും ദൈവജനത്തെയും സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു യഥാർത്ഥ മിഷണറി, തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അല്പം പോലും മായം ചേർക്കാതെ ദൈവത്തിനു മുമ്പിൽ കർത്തവ്യബോധത്തോടും ആത്മാർത്ഥതയോടും കൂടി വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ പുരോഹിതൻ, എല്ലാവരെയും സ്വന്തമായി കരുതി സ്നേഹിക്കുകയും ഏറെ നർമ്മരസത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ, എൻ്റെ പോസ്റ്റലൻസി കാലഘട്ടത്തിലെ എൻ്റെ ഗുരു, ഒന്നിച്ച് മിഷനിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം, തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷത ശ്രേഷ്ഠത മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവവിളി പ്രോത്സാഹനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഏതൊരു സമർപ്പിതർക്കും മാതൃകയാണ്. തീർച്ചയായും ഇന്നിവിടെ എത്തിച്ചേർന്ന് ദൈവനിയോഗം പോലെ സാധാരണ ഭാഷയിൽ എല്ലാം ഒരു നിമിത്തം പോലെ സമർപ്പണ ജീവിതത്തിൻ്റെ പുനർസമർപ്പണത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വന്യ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പ് അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും, ഒപ്പം നാമകേതുക തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും. കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് ഭരണാധികാരികളെ നിയമിക്കുന്നുവെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ നാം വായിക്കുന്നു. ഇപ്പോൾ മേരി മാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മദർ അൽഫോൻസ് ജേക്കബ് തൻ്റെ സഹോദരിയുടെ സന്തോഷത്തെ ഇരട്ടി മധുരമാക്കി വിളമ്പിത്തരുവാൻ, എന്നും ഓർമ്മയുടെ താളുകളിൽ ചേർത്ത് വയ്ക്കുവാൻ, കൂടുതൽ പ്രശോഭിക്കുവാൻ ജൂബിലി തുടങ്ങിയ നാൾ മുതൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തരികയും അതോടൊപ്പം ഒന്നിനും കുറവ് വരാതെ ഓടി നടന്ന് ചുക്കാൻ പിടിച്ച് എനിക്ക് വേണ്ടി ആത്മീയ വിരുന്നൊരുക്കി തന്നതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം കൂടെ നിന്ന് സഹായിച്ച ടീം മെമ്പേഴ്സ് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഗുരുവിനെ പോലെ പഠിപ്പിച്ച് അമ്മയുടെ വാത്സല്യം നൽകി, സഹോദരിയുടെ കരുതലേകി, സുഹൃത്തിനെ പോലെ ക്ഷമയോടെ ശ്രവിച്ച് ശാസിക്കേണ്ട സമയം ശാസനയും തിരുത്തേണ്ടവ സ്നേഹപൂർവ്വം തിരുത്തിയും കർത്താവിന് സമർപ്പിതയാകുവാൻ എന്നെ പരിശീലിപ്പിച്ച, നന്മയും മാതൃകയും നൽകി വളർത്തിയ പ്രിയപ്പെട്ട മിസ്ട്രസ്മാർ ഓരോരുത്തർ ഏവരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ആസ്പിറൻസി, നോവിഷ്യറ്റ്, ജൂനിയർ സിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശുഭാമ്മയെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇപ്പോഴും ഏത് സാഹചര്യത്തിലും ഒരു വിളിപ്പാടകലെ ഞങ്ങൾക്കൊപ്പമുള്ള ശുഭാമ്മയ്ക്ക് നന്ദി. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായി കടന്നു വരുന്ന യേശു തമ്പുരാനെ മുറിച്ചു വിളമ്പി ആത്മീയതയുടെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ, ദൈവിക രഹസ്യങ്ങളുടെ ഉൾനാമ്പ് കണ്ടെത്തുവാൻ എന്നെ സഹായിച്ച ശ്രേഷ്ഠ വൈദികർ, പ്രത്യേകിച്ച് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഓലിക്കൽ അച്ഛനും ഇടയത്തിലച്ഛനും ജെയിംസ് മുളക്കവിള അച്ഛനും ചാക്കോ വെള്ളാഞ്ചലിൻ്റെ അച്ഛനും, ബാക്കി എല്ലാവരുടെയും പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല, എല്ലാ ശ്രേഷ്ഠ വൈദികർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതോടെ ഇവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഓരോരുത്തർക്കും നന്ദി. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ മുൻഷൻ കമ്മ്യൂണിറ്റിയിലുള്ള 3 സഹോദരിമാരാണ്. സിസ്റ്റർ പ്രണീത, സിസ്റ്റർ ജസ്റ്റീന, സിസ്റ്റർ പവിത്ര. അതെ, ജൂബിലിയുടെ തുടക്കം മുതൽ ഞങ്ങൾ 4 പേരുടെയും ജൂബിലി എന്ന മനോഭാവത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ, അതിലുപരി സ്നേഹത്തോടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു തന്നുകൊണ്ട് എന്നെ ജൂബിലിക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. അവരുടെ തീക്ഷ്ണതയും പ്രാർത്ഥനയും സ്നേഹവും ഒരുപടി കൂടി മുൻപോട്ടും പിൻപോട്ടും ചിന്തിക്കുവാൻ, കുറച്ചുകൂടി ആത്മീയതയിലേക്ക് ഉണർത്തുവാൻ സാധിച്ചു എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കും കരുതലിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഒരിക്കലും മറക്കില്ല.
ഇന്നലെയും ഇന്നുമായി ആൾത്താരെയും മറ്റു അലങ്കാരങ്ങളും അതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം ഇന്നത്തെ ദിവ്യബലി ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നതിനും മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരിമാർ ഏവർക്കും നന്ദി. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും രുചിപ്രദമാക്കാൻ സ്നേഹത്തിൻ്റെ വിഭവങ്ങൾ പങ്കുവെക്കുവാൻ അധ്വാനിച്ച എല്ലാ സ്നേഹകരങ്ങൾക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച സിസ്റ്റർ എൽസ ജോസ് മറ്റോരോരുത്തർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ ഈ ജൂബിലി ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങളും അതേപടി പകർത്തിയ മിസ്റ്റർ അനിലിനും ശബ്ദവും വെളിച്ചവും നൽകിയ മിസ്റ്റർ ബാബുവിനും കൂട്ടർക്കും പ്രത്യേകം നന്ദി. ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തോടെ, ത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ എൻ്റെ സമർപ്പണത്തിൻ്റെ വഴികളിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നവർ, സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന ചാച്ചൻ്റെ ആത്മാവിന് പ്രണാമം. ഞാൻ പ്രാർത്ഥിച്ചു തീരാത്ത ജപമാല മണികൾ മുഴുവനാക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീയുണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ വ്രതവത്ത ജീവിതത്തെ പറ്റി കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു തരുന്ന എൻ്റെ സഹോദരങ്ങൾ, ഒപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹാന്വേഷണം നടത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരങ്ങൾ ഓർക്കുന്നു, നന്ദികൾ അർപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്നു. ഓർക്കാനും പരിഗണിക്കാനും മഹത്വപൂർണമായ ഒരു ചരിത്രമല്ല നിങ്ങൾക്കുള്ളത്, ഇനിയും എഴുതി ചേർക്കേണ്ടതായ മഹത്തായ ഒരു ചരിത്രവും കൂടിയുണ്ട്. ഭാവിയിലേക്ക് പഴയതിനേക്കാൾ ജീവിത നാഴികളിൽ യേശുവിൻ്റെ സജീവ സ്മാരകമായി, ആനന്ദമായി, കരുണയുടെ വക്താവായി, നന്മയുടെ തിരിശേഷിപ്പായി, വചനവാഹികയായി, അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നിങ്ങളുടെ പ്രത്യേക വിലയേറിയ പ്രാർത്ഥന യാചിക്കുന്നു. ഇനി ക്രിസ്തുമന്ദിര അച്ഛനെ ഒരിക്കൽ കൂടി പ്രത്യേകമായി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചെയ്തു തരുന്നു, വീഡിയോ പിടിക്കുന്നു. ഒത്തിരി താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി അയച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. സ്വരൂപനെ പാടി സ്തുതിക്കാം, നന്മകൾക്കായി നന്ദി കരേറ്റാം. ആത്മസ്വരൂപനെ പാടി പുകഴ്ത്താം, രാവും പകലും ആരാധിച്ചിടാം. കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗം
സ്നേഹസ്വരൂപനെ പാടി സ്തുതിക്കാം നന്മകൾക്കായി നന്ദി കരയ്ക്കാം ആത്മസ്വരൂപനെ പാടി പുകഴ്ത്താം രാവും പകലും ആരാധിച്ചിടാം മാനവ സ്നേഹം മാറിടുമ്പോഴും മാറാത്ത സ്നേഹിതൻ നാഥൻ മാനവ സ്നേഹം മാറിടുമ്പോഴും മാറാത്ത സ്നേഹിതൻ നാഥൻ അളവുകളില്ല അതിരുകളില്ലവൻ ആഴമം സ്നേഹത്തിൻ ഉറവാ അളവുകളില്ല അതിരുകളില്ലവൻ ആഴമം സ്നേഹത്തിൻ ഉറവാ കാരുണ്യവാനാം പരിശുദ്ധ ദേവ കാൽവരി നായകനേ കാരുണ്യവാനാം പരിശുദ്ധ ദേവ കാൽവരി നായകനേ പാരിലെനിക്കായി ജീവൻ വെടിഞ്ഞത പാവന സ്നേഹിതനേ പാരിലെനിക്കായി ജീവൻ വെടിഞ്ഞത പാവന സ്നേഹിതനേ നീ എൻ സ്വന്തം